ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഇവിടെ പഠിപ്പിച്ചത് സിയാറത്ത്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഞങ്ങൾ ഈ സിയാറത്തിന്റെ സമയത്ത് മഹാന്മാരെ സിയാറത്ത് ചെയ്യുമെന്താ? അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ പറഞ്ഞു. നമ്മൾ സിയാറത്ത് ചെയ്യൽ ഏറ്റവും സുന്നത്തായ കാര്യമായിട്ട് ഇസ്ലാമിൽ തർക്കമില്ലാത്ത കേസാണ് സിയാറ. പിന്നെപ്പുള്ള കേസ് എന്താന്ന് ചോദിച്ചാൽ, ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്ത് അവിടുത്തെ ആ യാറത്തിന്റെ മുകളിലിട്ട തുണി ഒന്ന് തൊട്ടുപോയാൽ മുത്തിപ്പോയാൽ പട്ടച്ചോരെ പറ്റിച്ച് ഒന്നുമില്ല, ഒന്നും സംഭവിക്കൂല. ഈ മുത്തിനെ എന്തിനാന്നറിയോ? കബിലുദൽ ജിദാറ വദൽ ജിദാറ വമാ ഹുബ്ബുദ്ദിയാരി സഖബന ഖൽബി വലാകിൻ ഹുബ്ബു മാ സകന ദിയാറ. ഇതിന്റെ ഉള്ളിലുള്ള ആളോടുള്ള ബഹുമാനാണ്. ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോടാണ് ആ ബഹുമാനമുള്ളത്. മഹാന്മാർ ഉപയോഗിച്ചത് അവർ കിടക്കുന്ന സ്ഥലമൊക്കെ ബർക്കത്ത. സിയാറത്ത് അള്ളാഹു അവിടെ പരിചയപ്പെടുത്തിയ സാധന. ആദ്യം തന്നെ അല്ലാഹു തആല ഈ സമൂഹത്തിനെ പഠിപ്പിച്ചത് നമ്മളെ നേതാവിനെ സിയാറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ്. നമ്മളെ നേതാവാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സിയാറത്ത് ചെയ്യിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അവന്റെ പ്രവർത്തനം പരിശുദ്ധമാണ്, ചോദ്യം ചെയ്യപ്പെടാവതല്ല. ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണ്. എങ്ങനത്തെ റബ്ബ്? അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയുടെ ശരീരത്തോടുകൂടെ ആ റബ്ബ് അവരെ രാപ്രയാണം നടത്തിയിരിക്കുന്നു, രാത്രി ഇതാ കൊണ്ടുപോയിരിക്കുന്നു. അസ്റാ ബിഅബ്ദിഹി, അള്ളാഹുവിന്റെ അടിമയുടെ ശരീരത്തിനെ അള്ളാഹു രാപ്രയാണം നടത്തി. എവിടുന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ബഹുമാനികളെ, ലോകത്ത് ഏറ്റവും ഷറഫുള്ള പള്ളി ഏതാ? ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി ഒന്നാണ്. അതേതാ? മസ്ജിദുൽ ഹറാം, അല്ലെ? മക്കത്തുള്ള പള്ളിക്കാണല്ലോ ലക്ഷങ്ങളുടെ പവറുള്ളത്. ഏറ്റവും സ്ഥാനമുള്ളത് അവിടെയാണ്. രണ്ടാം സ്ഥാനമുള്ളത് ഏതാ? മദീനത്തെ പള്ളി, അല്ലെ? മൂന്നാം സ്ഥാനമുള്ളതാണ് ഇത് ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്ന് പള്ളിക്ക് ഏറ്റവും വലിയ മഹത്വമുണ്ട്. ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറാം, രണ്ട് മസ്ജിദുൻ നബവി, അതായത് റസൂലുള്ളാഹിന്റെ പള്ളി, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്നാം സ്ഥാനമുള്ള പള്ളിക്കാണ് ഒന്നാം സ്ഥാനമുള്ള പള്ളിന്ന് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കണം. മൂന്നാം സ്ഥാനമുള്ള പള്ളിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നു മസ്ജിദുൽ അഖ്സയിലേക്ക്. ആകാശാരോഹണത്തിനാ കൊണ്ടുപോകുന്നത്, മിഅ്റാജിനാ പോകുന്നത്. അവ മിഅ്റാജിന് പോകാൻ സൗകര്യം അവിടെയാണ്. കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുന്ന് ആകാശത്തേക്ക് ഷോർട്ട് വഴിയുണ്ട്. ആ അടിസ്ഥാനത്തിൽ അവിടുന്ന് ലേശം ഒരു കുറുക്ക് വഴിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കയറിയെത്താ എന്നുള്ള നിലക്കാണോ മസ്ജിദുൽ അഖ്സയ്ക്ക് കൊണ്ടായത്? അതല്ല. പിന്നെന്താ? ഇതിനേക്കാളും പുണ്യം ആ സ്ഥലത്തായതുകൊണ്ടാണ്? അതും അല്ല. പിന്നെന്താ? എന്തിനാ അങ്ങോട്ടും ഉണ്ടായത്? എന്തേരു കാര്യം, ഇവിടെ ഒന്നാം സ്ഥാനല്ലേ, ഇവിടുന്നല്ലേ കൊണ്ടുപോകേണ്ടത്? അതിന് കാരണം അല്ലാഹു പറയുന്നത്, ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. ഖാലല്ലാഹു അസ്സ വജൽ. എന്താ ബർക്കത്ത്? ഒരുപാട് മഹാന്മാര് അന്തിയുറങ്ങുന്ന സ്ഥലമാണത്. അല്ലാഹുവിന്റെ മഹാന്മാരാ അമ്പിയാക്കന്മാര് ധാരാളം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനം അവിടെയുണ്ട്. ബാറക്നാ ഹൗലഹു, അവിടെ ഒരു മൗലവിക്ക് അർത്ഥം വെച്ച് ബാറക്നാ ഹൗലഹു പള്ളിയുടെ പവിത്രതയാണ് വിവരിക്കുന്നത്. പള്ളിയുടെ പവിത്രത പള്ളിക്കാട് പറഞ്ഞിട്ടാ. ബാറക്നാ ഹൗലഹു എന്ന പള്ളിപ്പറമ്പാണ്, പള്ളിയല്ല. ബാറക്നാ ഹൗലഹു പള്ളിന്റെ ചുറ്റുഭാഗത്തെ നാം ബർക്കത്ത് ചെയ്തു. പള്ളിയുടെ ബർക്കത്തല്ല പറയുന്നത്, പള്ളി മുത്തബറക്ക. പള്ളിന്റെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തു പറഞ്ഞാൽ ഏതാണത്? പള്ളിപ്പറമ്പ്. പള്ളിപ്പറമ്പിൽ എന്താ ബർക്കത്ത്? തേങ്ങാകോലെ. പരിശുദ്ധരായ അമ്പിയാക്കന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത്.
അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് പള്ളിപ്പറമ്പിനെ നാം ബർക്കത്ത് ചെയ്തു എന്നല്ല പറഞ്ഞത്. ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. അവിടേക്കാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഓലൊക്കെ ഒന്ന് കണ്ട് ഒക്കെ സലാം പറഞ്ഞ് റാഹത്തായിട്ട് പോണെന്ന് പോകാൻ. ഇപ്പൊ നിങ്ങൾ ഈ ഭാഗത്തുള്ളതൊക്കെ പോകുമ്പോണ്ടല്ലോ മടവൂരൊന്ന് പോണു, ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടുക്കല് അവിടെ ഒന്ന് പോയി സിയാറത്ത് ചെയ്തിട്ടാണ് ഒന്ന് പോവാ. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോവുക. അത് മൂപ്പരെ പടച്ചോനാക്കിയതാ. ഇത് പടച്ചോൻ ഇവിടെ കിടക്കട്ടെ, അപ്പൊ നമ്മൾ പടച്ചോനെ എടുത്തൊന്ന് പോവാന്ന് പറയില്ല. അത് പടച്ചോനല്ല, ഒന്നുമല്ല, അതൊക്കെ നമ്മക്കറിയാലോ. അള്ളാഹു തആലയുടെ മഹാന്മാരെ പടച്ചോനാന്നുള്ള നിലക്കല്ല സുന്നി സന്ദർശിക്കുന്നത്. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാർ, അവർക്ക് ബഹുമാനങ്ങളും ആദരവുകളും അള്ളാഹ് നൽകി, അത് ചെയ്യണം. ഹജറുൽ അസ്വദ് നിങ്ങൾ എന്തിനാ മുത്തുന്നത്? എങ്ങനെ ഇവർക്കത് കയ്യ? ഇവിടുന്ന് 1,00,000 ഉറുപ്പ്യ മുടക്കി ഹജ്ജിന് പോയി കരിപ്പൂരെത്തി ഏറാൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം ഒക്കെ മാറ്റിയില്ലേ? ഒരുത്തെങ്ങനെയാണ് ചിന്തിക്കാൻ? ഇവര് അധികം പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നേരം പോയിട്ട് വൈകുന്നേരം വരെ ചിന്തിക്കാനേ. ഞാൻ എന്താ കിട്ടിയത്? ഖുർആൻ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക? മനസ്സിലാവാൻ തോന്നുന്നു മനസ്സിലാകുമോ? പിന്നെ എന്ത് ചിന്തിക്കാനാ പറയുന്നത്? ചിന്തിക്കണ മനസ്സിലാവില്ല, തോന്നൂല എന്നല്ലേ പറയണത്. മസാലിന്റെ അടിസ്ഥാനതല്ലേ? ഈ യൂണിഫോം ഒക്കെ മാറ്റി കേവലം ഒരു തുണി, ഒരു മുണ്ട്, നിയ്യത്തൊക്കെ ചെയ്ത് പ്ലെയിനിൽ കയറി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് വിളിച്ചിട്ട് ഇതാ വരുന്ന കണ്ടിട്ടാ പോണത്. അങ്ങനെ ജിദ്ദയിൽ ഇറങ്ങി മക്കം പോയി. മക്കം പോയാൽ ബൈത്തുൽ മല മസ്ജിദുൽ ഹറാമിൽ കടന്നാൽ അവിടെ തയ്യത്ത് നിൽക്കാറല്ല, അവിടെ തവാഫല്ല ചെയ്യണത്. ആ തവാഫ് തുടങ്ങിയ എവിടുന്ന? ഹജറുൽ അസ്വദിന്റെ അടുത്തുനിന്നല്ലേ? ഹജറുൽ അസ്വദ് കാരണം എന്താ? പടച്ചോന. ആ കല്ലുമ്മ പോയിട്ട് ഒന്ന് മൊത്തണ്ടേ, അത് ചുംബിക്കണ്ടേ? അത് ചുംബിക്കണം. സൗകര്യം ഇല്ലെങ്കിലോ തിരക്കൊണ്ട് കഴിഞ്ഞാ നിൽക്കുക. എന്നാ കൈയുണ്ടെങ്കിലും ഒന്ന് തൊട്ട് മൊത്തണം. അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് ഇഷാറെങ്കിലും ചെയ്യണം, അല്ലേ? എന്നിട്ട് അവിടെ നിന്നാ തുടങ്ങണത്. പിന്നെ ചുറ്റെത്തി ഇവിടെ എത്തുമ്പോ പിന്നെയും പോണം, ആ പണിയിരിക്കണം. ഇങ്ങനെ 7 വട്ടങ്ങൾ ചുറ്റും. നിങ്ങൾ നല്ലോ ശ്രദ്ധിക്കണം. സാധാരണക്കാരൻ ഇവര് ആളെ പറ്റിക്കാൻ നടക്കുക. ഇങ്ങനെ ചുറ്റുമ്പോ എടുത്ത് ചിന്തിക്കാണ്, പടച്ചോനെ ഞാൻ നല്ല സൗകര്യമുള്ള ആളെ നാട്ടിൽ, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക, സുഖമായി കടന്നുറങ്ങുക, എല്ലാ സൗകര്യമുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആരെ തെരഞ്ഞപ്പോ ഈ നടക്കുന്നത്? ഇതിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക നടക്കുന്നുണ്ടല്ലോ. ആരെ തെരഞ്ഞെടുക്കുക? പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചാ എന്താ മറ്റേ ആരെ തെരഞ്ഞു പോവുക? എന്താ പറയാ? അല്ല അത് തന്നെ. അതെന്ത് പടച്ചോൻ പറഞ്ഞത് ഇത് ചെയ്തോ, ഇതിനെ ബഹുമാനിച്ചോ. ഇതിവിടെ ഈ കല്ലും ഇതൊക്കെ ഉള്ള ഈ കെട്ടിടമുണ്ടല്ലോ, ഇതിന്റെ ചുറ്റുഭാഗത്തിന് നടക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞത് നടന്നോളണം. പിന്നെ അതിന്റെ യുക്തിയും കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ആ കല്ല് ചെന്ന് ചുംബിച്ചോ പടച്ചോനാന്ന് വിചാരിച്ചിട്ടല്ല. ഇതൊക്കെ അള്ളാഹു ബഹുമാനിച്ചതാണ്. അതാ പറഞ്ഞതുപോലെ ചെയ്തോളണം. അത് കഴിഞ്ഞ് ആ തവാഫൊക്കെ കഴിഞ്ഞാലോ പിന്നെ വേറെ സാധനമാണ്. എന്താ അവിടുത്തെ ബഹുമാനം? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ഖുർആന്റെ ശൈലി, 1 നമ്പർ സുന്നി ശൈലി. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ഭൂമി ലോകത്തിൽ മനുഷ്യനിക്ക് ആരാധിക്കാൻ വേണ്ടി അല്ലാഹു തആല വെക്കപ്പെട്ട ആദ്യത്തെ വീട് ഏതാണ്? ലല്ലദീ ബിബക്കത്ത, മക്കയിലുള്ള വീടാണ്. ലല്ലദീ ബിബക്കത്ത മുബാറകൻ, അത് ബർക്കത്താക്കപ്പെട്ടതാണ്. ബർക്കത്ത് എന്നൊരു സംഗതി ഉണ്ട്. സ്ഥലങ്ങൾക്ക് ബർക്കത്തുണ്ട്, ആളുകൾക്ക് ബർക്കത്തുണ്ട്, സമയങ്ങൾക്ക് ബർക്കത്തുണ്ട്, വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്. മുബാറക, ആ സ്ഥലം ബർക്കത്താക്കപ്പെട്ടതാണ്, ആ വീട് ബർക്കത്താക്കപ്പെട്ടതാണ്. എന്താ ബർക്കത്താണ് കാരണം? എത്രയോ മഹാന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ്, അവരുടേതായ കയ്യിന്റെ സ്പർശനമേറ്റ സ്ഥലമാണ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അത് തന്നെയാണത് മുത്തബറക്കായത്.
വഹുദൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും സന്മാർഗ ദർശനം അവിടെയുണ്ട്. എല്ലാ ആളുകൾക്കും അവിടെ ഹിദായത്തുണ്ട്. അതിന്റെ പുറമെ റബ്ബ് പറയുന്നത് ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അല്ലാഹു ഒരുവനാണ് എന്നതിന്റെ മേൽ അടിസ്ഥാനപരമായി വ്യക്തമായ രേഖകളും അവിടെയുണ്ട്. അള്ളാന്റെ തൗഹീദിന് അവിടെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒന്നാമത്തെ തെളിവ് പറയുന്നത് എന്താ? മഖാമു ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമാണ് അവിടെ. ഇബ്രാഹിം നബിന്റെ പാദസ്പർശനമേറ്റ സ്ഥലം അല്ലാഹു തആല